ഇന്ന് നമ്മൾ അർമീനിയയിലെ 4ാം ദിവസമാണ് കേട്ടോ. നല്ലൊരു പുലരിയൊക്കെ കണി കണ്ടുകൊണ്ടാണ് ഇന്ന് നമ്മൾ ഉണരുന്നത്. ഈ ഒരു കാഴ്ച കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും, നമ്മൾ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് ഇങ്ങനെയൊക്കെ ഒരു കാഴ്ച കാണുക എന്ന് പറയുന്നത് വളരെ ഒരു സന്തോഷം തോന്നിക്കുന്ന ഒരു കാര്യം തന്നെയാണല്ലേ. അപ്പോൾ കുറച്ച് നേരം ഞാനിങ്ങനെ ആസ്വദിച്ചിരുന്നു. അപ്പോൾ പിന്നെ വിശപ്പിൻ്റെ വിളിയൊക്കെ വന്നു തുടങ്ങി. നമ്മളെല്ലാവരും കൂടി അടുത്തൊരു ക്യാമ്പ് ഗ്രൗണ്ടിലേക്കാണ് കേട്ടോ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോകുന്നത്. ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആയിരുന്നു. നല്ല കാഴ്ചയൊക്കെ കണ്ട് ഇങ്ങനെ ആസ്വദിച്ചിരുന്ന് ഫാമിലിയായിട്ടൊക്കെ ഇരുന്ന് കഴിക്കാൻ ഒരു പ്രത്യേക ഒരു രസമാണ്. അപ്പോൾ എന്തെങ്കിലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അതും. പിന്നെ ഞാൻ പുറത്തിറങ്ങിയിട്ട് ദാണ്ടേ ഇതിൻ്റെ ചുറ്റുപാടൊന്ന് നിങ്ങളെ കാണിച്ചു തരാമെന്ന് കരുതി. കാരണം എന്ന് വെച്ചാൽ ഇന്നലെ നമ്മൾ വന്നപ്പോഴത്തേക്കും ഒരുപാട് ഇരുട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ആ ഒരു ഭംഗിയൊന്നും എനിക്ക് കൃത്യമായിട്ട് കാണിച്ചു തരാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. വീഡിയോയിൽ കാണുന്ന പോലെയല്ല കേട്ടോ, പറഞ്ഞറിയിക്കാൻ കഴിയാത്ത അത്രയും സൗന്ദര്യം എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അവിടെ നമ്മൾ ചെന്ന് നിന്നിട്ടുള്ളൊരു എക്സ്പീരിയൻസ് അത് ഒരു പ്രത്യേകത തന്നെയാണ് കേട്ടോ. കഴിഞ്ഞ വീഡിയോയിൽ വിട്ടുപോയിട്ടുള്ളൊരു കാര്യമായിരുന്നു ഇത്. കാരണം നമ്മൾ രാത്രിയിൽ നമ്മുടെ ഒരു സെക്യൂരിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ആ ഒരു നായക്കുട്ടി, അത് നമ്മൾ ഉറങ്ങുമ്പോഴും നമ്മുടെ ഇതാണ്ട് ഇതുപോലെ ഇവിടെ വന്നിരിപ്പുണ്ടായിരുന്നു കേട്ടോ. ജാബിക്കും ഒരുപാട് ഇഷ്ടമായി. അവർ അതിനെ കളിപ്പിച്ചുകൊണ്ട് അവിടെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടുത്തെ ഒരു വിശേഷങ്ങളെല്ലാം, ഇതിൻ്റെ ഉള്ളിലെ വിശേഷങ്ങളെല്ലാം ഞാനിന്ന് കാണിച്ചു തരാം. ഡോറ് തുറന്ന് നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഒരു പാൻട്രി ആണുള്ളത്. പിന്നെ നമ്മൾ എത്തുന്നത് നമ്മുടെ ബെഡ്റൂമിലേക്കാണ് കേട്ടോ. ബെഡ്റൂമിലെ സൈഡിലായിട്ട് ഒരു ഫർണസ് വെച്ചിട്ടുണ്ട്. കൂടാതെ ഒരു ചാരു കസേര, കൂടാതെ നമ്മൾ ഇതാണ്ട് ബെഡാണ് കേട്ടോ. ബെഡ് നമ്മൾ വന്നിറങ്ങി എല്ലാം ചാടി മെതിച്ചിട്ടേക്കാണ്. പിന്നെ ലോഫ്റ്റ് ബെഡുണ്ട്, അവിടെയാണ് ജാബിയും ജുമിയും കിടക്കുന്നത് കേട്ടോ. അവർക്ക് ഒരുപാട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു അത്. പിന്നെ നമുക്ക് ഇവിടെ ആയിട്ടൊരു ചെറിയൊരു ഫ്രിഡ്ജ് പോലെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ നമുക്ക് ഇതാണ്ട് ബാത്റൂമാണ് വരുന്നത് കേട്ടോ. ഇതാണ് ഇതിൻ്റെ ഉള്ളിൽ സജ്ജീകരിച്ചിട്ടുള്ളൊരു ബാത്റൂം. ഇതിനുള്ളിൽ ഇത്രയൊക്കെ സൗകര്യമുണ്ട് നമ്മൾ പ്രതീക്ഷിച്ചില്ല കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ താമസിച്ചിരുന്ന ഗ്ലാമ്പിംഗ് ഹൗസിലെ വിശേഷങ്ങൾ. പിന്നെ അതാണ്ട് രാവിലെയും നമ്മുടെ പട്ടിക്കുട്ടി ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. ഞാനാണെങ്കിൽ ഒന്ന് സൗണ്ട് ഉണ്ടാക്കിയപ്പോൾ എന്നെ പെട്ടെന്ന് നോക്കുകയാണ് ആൾ. അപ്പോൾ തൊട്ടടുത്തായിട്ട് നമുക്കൊരു എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഇതൊരു ബാത്ത് ഡബ്ബാണെന്നാണ് കേട്ടോ. ഒരു ചൂട് വെള്ളമൊക്കെ നിറച്ചിട്ട് നമുക്ക് കുളിക്കാൻ പറ്റിയിട്ടുള്ളൊരു ബാത്ത് ഡബ്ബ് അതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇനി ഇതിൽ തെറ്റുണ്ടെങ്കിൽ ആരെങ്കിലും തിരുത്തി തരണേ. അപ്പം ഇതിൻ്റെ ഇത് നമ്മളൊന്നും ചെയ്യാഞ്ഞത് കൊണ്ട് എനിക്കറിയില്ല ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട്. അപ്പോൾ അതാണ്ട് ഇവിടെ നിന്നുള്ള ഒരു വ്യൂ ആണ് കേട്ടോ. പുറത്ത് വന്നതിന് ശേഷമുള്ള ഇവിടെ തന്നെ അവർ ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ടുള്ള പല ആക്ടിവിറ്റീസും ഒക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ അതിനൊന്നും നിൽക്കാതാണ് രാവിലെ പോകുന്ന സൈക്ലിങ്ങും, കൂടാതെ കുട്ടികൾക്കായിട്ടുള്ള പ്ലേ ഏരിയ ഒക്കെ ഉണ്ടായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ അതാണ്ട് നമ്മുടെ ഗൈഡ് വന്നു നമ്മുടെ ഇന്നത്തെ യാത്ര ആരംഭിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മളിനി പോകുന്നത് സഖാത്സൂറിലേക്കാണ് കേട്ടോ നമ്മൾ പോകുന്നത്. പറയുന്നതിൽ എന്തെങ്കിലുമൊക്കെ തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക, കടിച്ചാൽ സ്ഥലപ്പേരുകളൊക്കെയാണ് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും നമ്മൾ അങ്ങോട്ടേക്കാണ് പോകുന്നത്. അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു റോപ്പ് വേ ആണ് കേട്ടോ. ഞാനിതിനു മുമ്പ് അസർബൈജാനിൽ പോയപ്പോഴും റോപ്പ് വേയിൽ കയറിയിട്ടുണ്ട്, പക്ഷേ മക്കളും ഇക്കായും ഫസ്റ്റ് ടൈമാണ് കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യാലും ഞാൻ ആദ്യം പോകുന്നില്ല എന്ന് കരുതിയാണ് ഇരുന്നത്. പിന്നെ നമ്മുടെ ഗൈഡൊക്കെ നിർബന്ധിച്ച് എന്നെ കയറ്റി വിടുകയാണ് കേട്ടോ. അപ്പോൾ അവർ കുറച്ച് മുമ്പേ അങ്ങ് പോയി. ഞാനതുകൊണ്ട് അവസാനമാണ് പോകുന്നത്. ഇത്രയൊക്കെ യാത്ര ചെയ്ത് വന്നിട്ട് നമ്മൾ ഈ റോപ്പ് വേ മിസ് ചെയ്യരുതെന്ന് പറഞ്ഞ് എന്നെ കയറ്റി വിടുകയാണ് കേട്ടോ. എന്തായാലും അപ്പം സത്യം പറഞ്ഞാൽ അവരുമായിട്ടും എനിക്കങ്ങനെ കയറണമെന്നുണ്ടായിരുന്നു. എന്നാലും അന്ന് കയറിയെങ്കിലും ഇന്നും ഒരു പേടി. പക്ഷേ പേടിക്കാനുള്ള കാര്യമൊന്നും ഇല്ലായിരുന്നു. ബെൽറ്റൊക്കെ സേഫ്റ്റിക്കൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ താണ്ടേ അതിൻ്റെ ടോപ്പിലെത്തിയിട്ടുള്ള വ്യൂ ആണ് കേട്ടോ ഇത്. ടോപ്പിലും ഇവിടെയും വേറെയും കുറേ ആക്ടിവിറ്റീസൊക്കെ, ഐസ് സ്കേറ്റിങ്, അങ്ങനെയുള്ള കുറേ ആക്ടിവിറ്റീസൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ റോപ്പ് വേ മാത്രമേ ചെയ്തിട്ടുള്ളൂ. പിന്നെ സാന്റാക്ലോസിൻ്റെ ഡ്രസ്സൊക്കെ ഇട്ടിട്ടുള്ള ഒരാൾ നമുക്ക് ഇവിടുത്തെ അർമേനിയൻ കോഫിയൊക്കെ തരുന്നുണ്ട് കേട്ടോ. നല്ല ചൂട് കോഫിയൊക്കെ വാങ്ങിയിട്ട് നമ്മൾ തിരിച്ചു പോവുകയാണേ. ഈ റോപ്പ് വേയിലൂടെ പോയപ്പോൾ മറ്റൊരു രസമെന്ന് വെച്ചാൽ പല രാജ്യക്കാരെയും കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണേ. മുകളിൽ കുറച്ച് നല്ല ഫോട്ടോസൊക്കെ എടുത്ത് അവരൊക്കെ ആയിട്ട് സംസാരിച്ചൊക്കെ ഇരുന്നുകൊണ്ട് കൂടുതൽ വീഡിയോസൊന്നും ഞാൻ എടുക്കാൻ നിന്നില്ല. ഇറങ്ങുന്നതും പോകുന്നതും മാത്രമേ എടുത്തിട്ടുള്ളത്. കാരണം ഈ ഒരു യാത്രയിലൊക്കെ നമ്മൾ മാക്സിമം എൻജോയ് ചെയ്യണമെങ്കിൽ വീഡിയോസൊക്കെ എടുക്കാൻ ചില സമയത്തൊക്കെ മറന്നു പോകാറുണ്ട് കേട്ടോ. അപ്പം ഒരുപാട് ഇത് നമ്മൾ വീഡിയോയ്ക്കൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പം അവരുമായിട്ടുള്ള സമയമൊക്കെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റാതാകും. അപ്പം നമ്മൾ ഇതിലിരിക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ചുറ്റുപാടുള്ള ഒരു ഭംഗിയൊക്കെ മാക്സിമം നമുക്ക് ആസ്വദിക്കാൻ കഴിയും കേട്ടോ. അപ്പോൾ നമ്മൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് തിരിച്ച് ഫുഡ് അടിക്കാനാണ് വന്നിട്ടുള്ളത്. പിന്നെ ഈ യാത്രയിലെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇക്കായുമായിട്ട് പോയതുകൊണ്ട് തന്നെ മാക്സിമം നന്നായിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെറൈറ്റി ഫുഡ്, അർമേനിയയുടെ ട്രഡീഷണൽ ഫുഡൊക്കെ തന്നെ കഴിക്കാൻ വേണ്ടി മാക്സിമം നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു.
ഇവിടുത്തെ കുറച്ച് വ്യത്യസ്ത രുചികളൊക്കെ എന്തായാലും ആസ്വദിക്കാൻ പറ്റി. പിന്നെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് ഇവിടുത്തെ ഒരു ലോക്കൽ മാർക്കറ്റിലായിരുന്നു കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യലും ഈ ഒരു മാർക്കറ്റിൽ നമ്മൾ നടന്ന് കണ്ടു എന്ന് വേണമെങ്കിൽ പറയാം. ഫുഡൊക്കെ കഴിച്ചിട്ട് ഒരു നല്ലൊരു എക്സസൈസൊക്കെ ആയി. നമ്മൾ ഇവിടെ വന്നിട്ടും ഒരു ചൂട് കോഫിയൊക്കെ കുടിച്ചിട്ടാണ് കേട്ടോ ഈ ഒരു നടക്കുന്നത്. കാരണം വൈകുന്നേരം ആണെങ്കിൽ ഇവിടെ നല്ല തണുപ്പാണ്. അപ്പോൾ കുറച്ചൊക്കെ നമ്മൾ ഇവിടെ നടന്ന് കണ്ടു. പിന്നെ 1-2 സാധനങ്ങളൊക്കെ നമ്മൾ ഇവിടുന്ന് വാങ്ങിയിട്ടുള്ളായിരുന്നു കേട്ടോ. വേറെയും സാധനങ്ങൾ നമ്മൾ വേറെ സ്ഥലങ്ങളിൽ പോയപ്പോഴത്തേക്കും കുറച്ചൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഡേ 4 അടുത്ത ഡെസ്റ്റിനേഷനിലേക്കാണ് നമ്മളിനി അടുത്തായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. മദർ ഓഫ് അർമേനിയ കാണാനാണ് കേട്ടോ നമ്മൾ പോകുന്നത്. യെരവാനിൽ സ്ഥിതി ചെയ്യുന്ന 51 മീറ്റർ ഹൈറ്റുള്ള ഈ ഒരു മദർ ഓഫ് അർമേനിയയുടെ സ്റ്റാച്ചു കാണാനാണ് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നല്ലൊരു സമയത്താണ് കേട്ടോ നമ്മളിവിടെ എത്തിയിട്ടുള്ളത്. അത്യാവശ്യം നല്ലൊരു ഹൈറ്റിലുള്ളൊരു പ്രദേശമാണിത്. കൂടാതെ തന്നെ ഒരു സൺ സെറ്റായി വരുന്നൊരു സമയം. അടിപൊളി വ്യൂ ആണ് കേട്ടോ ഇവിടെ നിന്നുള്ളത്. അപ്പോൾ ഇതൊരു ക്യാമറയിലൊന്നും ഞാൻ പകർത്തിയിട്ടുള്ളത് അത്ര വലിയ മനോഹരമായിട്ടൊന്നും എനിക്ക് തോന്നില്ല. പക്ഷെ നേരിട്ടുള്ള ഒരു വ്യൂവും ആ ഒരു ക്ലൈമറ്റ്, ഫാമിലി ആയിട്ടുള്ള ഒരു സമയം എന്തായാലും അത് അടിപൊളിയായിരുന്നു കേട്ടോ. ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു അനുഭവമായിരുന്നു. കുറേ നടക്കാനുണ്ടായിരുന്നു. കുറേ നടന്നാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏകദേശം ഈ ഒരു സമയത്ത് വന്നിട്ട് നമ്മൾ ഇവിടുന്ന് പോകുന്നത് ഒരുപാട് വൈകിട്ടാണ് കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്തത് പോകാനുണ്ടായിരുന്നത് ഈ ഒരു പാർക്കൊക്കെ കഴിഞ്ഞിട്ട് നമുക്കിനി പോകാനുള്ള ഒരു കാസ്കേഡിലേക്കാണ് കേട്ടോ. അതും കുറേ നടന്ന് നമുക്ക് കാണാനുണ്ട്. ഇതാണ്ടേ, ഇതാണ് ഇവിടുത്തെ കാസ്കേഡ്. അപ്പോൾ ഇതും കുറേ നടന്ന് കാണാനുണ്ടായിരുന്നു. നമ്മൾ ഇതിൻ്റെ ഇതിലൊരു അബദ്ധം പറ്റിയെന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ തന്നെ എസ്കലേറ്ററൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളത് അറിഞ്ഞില്ല. ഞങ്ങൾ ആ ഒരു സ്റ്റെപ്പ് മുഴുവൻ ഇറങ്ങി താഴെ എത്തിയപ്പോഴത്തേക്കുമാണ് നമ്മൾ ആ ഒരു എസ്കലേറ്റർ കാണുന്നത്. നമ്മൾ സ്റ്റെപ്പാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ ഒരുപാട് ടയേർഡായിട്ടുണ്ടായിരുന്നു. എന്തായാലും ഞങ്ങൾ ഇവിടെ എല്ലാം മാക്സിമം കവർ ചെയ്യാൻ നോക്കിയിരുന്നു. അങ്ങനെ കുറേ നേരത്തെ നടത്തത്തിനൊടുവിൽ നമ്മൾ തിരിച്ചിനി റൂമിലേക്ക് പോവാണ് കേട്ടോ. പോകുമ്പോൾ ഫുഡൊക്കെ വാങ്ങിയിട്ടാണ് പോകുന്നത്. ഇതാണ് കേട്ടോ നമ്മൾ താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ ദാണ്ടെ ഇവിടുത്തെ ഒരു ബാത്റൂമാണിത്. നമ്മൾ ഫസ്റ്റ് വന്ന ദിവസവും ഇവിടെ തന്നെ ആയിരുന്നു നമ്മുടെ സ്റ്റേ. അപ്പം ഇനിയിപ്പോൾ പോകാനുള്ള 4th ഡേ നൈറ്റാണ്. അപ്പം ഞാനിവിടെ താമസിച്ചിരുന്ന സ്ഥലം ഒന്ന് കാണിച്ചു തരാമെന്ന് കരുതി. ഇവിടെ ഒരു പാൻട്രി പോലുണ്ട് കേട്ടോ. അവിടെ നമുക്ക് വാഷിംഗ് മെഷീനും കൂടാതെ കബോർഡ്സുകൾ, അവിടെ കുറച്ച് ഫ്രൂട്ട്സൊക്കെ ഉണ്ട്. അത് നമ്മൾ മേടിച്ചുകൊണ്ട് വെച്ചതാണ് കേട്ടോ. പിന്നെ കൂടാതെ ഫ്രിഡ്ജ്, ഓവൻ എല്ലാം ഉണ്ടായിരുന്നു. അത്യാവശ്യം വേണ്ട എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. പിന്നെ ദാണ്ടെ ഇവിടെ ആണെങ്കിൽ ഒരു ലിവിങ് ഏരിയ പോലെയാണ് കേട്ടോ. അവിടെ ഒരു ഡൈനിങ് ടേബിളുണ്ട്. കൂടാതെ മക്കൾക്ക് കിടക്കാനുള്ള ഒരു സൗകര്യമൊക്കെ നമ്മൾ ഇവിടെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു ബെഡ്റൂമേ ഉള്ളൂ ഇവിടെ. പിന്നെ വേറെ എന്താ, ഇവിടെ ഇന്നുകൊണ്ട് നല്ലൊരു കാഴ്ചയൊക്കെയാണ് കേട്ടോ. പിന്നെന്താണ്, അർമേനിയയുടെ തലസ്ഥാനമായിട്ടുള്ള യെരവാനിലാണുള്ളത്. അവിടുത്തെ ഒരു നല്ലൊരു വ്യൂ ഒക്കെ നമുക്ക് ഇവിടെ ഇന്നുകൊണ്ട് കാണാൻ പറ്റുന്നുണ്ട്. ക്യാമറയിൽ അധികം ഒന്നും കിട്ടുന്നില്ല നല്ല രീതിയിൽ. പിന്നെ ഇവിടെ എല്ലാം അത്യാവശ്യമായിട്ട് വേണ്ടിയിട്ടുള്ളൊരു കാര്യമാണ് ഈ ഒരു റൂം ഹീറ്റർ എന്ന് പറയുന്നത്. അല്ലാതെ ഈ ഒരു തണുപ്പിന് ഇവിടെ നമുക്ക് സഹിക്കാനുള്ളൊരിതൊന്നും കിട്ടത്തില്ല കേട്ടോ. നമ്മുടെ UAE-ലൊക്കെ നമ്മൾ AC ഉപയോഗിക്കുന്നതിന് പകരം ഇവിടെ കൂടുതലായിട്ടും ഹീറ്ററുകളാണ് കണ്ടിട്ടുള്ളത്. പിന്നെ വേറെ എന്താണ്, ഇവിടെ അതുപോലെ തന്നെ ബാത്റൂമിലും അതുപോലെ ഒരു ഹീറ്ററുണ്ട്. നമ്മുടെ ഡ്രസ്സൊക്കെ ഒന്ന് ഉണക്കാനുള്ള ഒരു സൗകര്യം കേട്ടോ. അപ്പോൾ കൂടാതെ നമ്മുടെ റൂമാണ് ഇനി കാണാൻ പോകുന്നത്. ഇതാണ് നമ്മുടെ ബെഡ്റൂം കേട്ടോ. അത്യാവശ്യം നല്ല വലിപ്പമൊക്കെ ഉള്ളൊരു റൂമാണ്. അതുപോലെ തന്നെ ഇവിടെ ഒരു ഡ്രസ്സിങ് ടേബിളൊക്കെ കിടപ്പുണ്ട്. പിന്നെ ഒരു കബോർഡ്. ഇതൊക്കെയാണ് ഈ ഒരു റൂമിലുള്ളത്. പിന്നെ ഇവിടുത്തെ ഒരു കാഴ്ചയും അടിപൊളിയായിരുന്നു കേട്ടോ. ഞാനൊന്ന് നിങ്ങളെ കാണിച്ചു തരാം. അവിടെ നിന്നുള്ളൊരു വ്യൂ അടിപൊളിയാണ്. എന്തായാലും നമ്മുടെ അർമേനിയയിലെ 4th ഡേ നൈറ്റാണിത്. നാളെ നമുക്ക് തിരിച്ചു പോകേണ്ട ദിവസമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.